ചോദ്യത്തിലേക്ക് ഞാൻ വരാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറെ ടിപ്സുകളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ബിസിനസിന്റെ അച്ചുതണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബിസിനസിന്റെ സിസ്റ്റത്തിന്റെ അച്ചുതണ്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ABCD എന്നറിയപ്പെടുന്നത്. നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള ടെക്നോളജി ബിസിനസ്സിൽ കൊണ്ടുവന്നാലും, നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള അപ്ഡേഷൻ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്നാലും, ഏതൊക്കെ തരത്തിലുള്ള പുതിയ പുതിയ തന്ത്രങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാലും ABCD എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കാരണവശാലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഡയറക്ട് സെല്ലിങ്ങിന്റെ അച്ചുതണ്ട് എന്നറിയപ്പെടുന്ന ABCD, അതിൽ 2 കാര്യങ്ങൾ മാത്രം, എയും അതുപോലെ തന്നെ ബിയും നമുക്കിന്ന് ചർച്ച ചെയ്യാം. അതും എത്രത്തോളം പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം 6:07, 6:45 പ്രോഗ്രാം അവസാനിക്കണം. ആ സമയത്തിനുള്ളിൽ നമുക്ക് തീർച്ചയായിട്ടും കഴിയുന്നത്ര വേഗത്തിൽ അതൊന്ന് ചർച്ച ചെയ്തു പോകാം. ഡയറക്ട് സെല്ലിംഗ് എന്താണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് അക്കാഡമിക് നിർവചനങ്ങൾ ഒരുപാടുണ്ട്, അതെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 2 വരികൾ എന്ന് പറയുന്നത് മദർ തെരേസയുടെ, ആ മദർ തെരേസ എന്ന് പറയുന്ന സമയത്ത് തെരേസ അമ്മ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, ലോകത്തിന്റെ വനിതയാണ്, നോബൽ പ്രൈസ് ജേതാവാണ്. അദ്ദേഹത്തിന്റെ വരികൾ എന്ന് പറയുന്നത് ദീപക് ബജാജിന്റെ ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റിയുള്ള പുസ്തകത്തിൽ സ്റ്റാർട്ടിംഗ് ടൈമിൽ അത് വെച്ചുകൊണ്ട്, ആ ഒരു കൊട്ടേഷൻ വെച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അതിൽ അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്: നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ, ഒരുമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മഹാത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. ഇതാണ് ഏറ്റവും സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് നമ്മൾ മാറിയേ മതിയാവും. കാരണം എല്ലാ ആളുകളും ഈ ബിസിനസ്സിലേക്ക് വന്നത് അറിഞ്ഞോ അറിയാതെയോ ആണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മളുടെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് നമ്മൾ മാറിയേ മതിയാവും. ആ നിലനിൽക്കുന്ന ആറ്റിറ്റ്യൂഡിൽ നിന്ന്, മനോഭാവത്തിൽ നിന്ന്, ചിന്തകളിൽ നിന്ന്, സ്വപ്നങ്ങളിൽ നിന്ന്, ആഗ്രഹങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും ചേഞ്ച് ആയാൽ മാത്രമേ നമുക്ക് ഈ ബിസിനസ് സക്സസ് ആവാൻ പറ്റൂ. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ് എന്നാ പറയുന്നത്. ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ് എന്ന് ഞാൻ പറയുന്ന സമയത്ത് എന്നെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ മൈൻഡ് സെറ്റ് മാറ്റാതെ നമുക്ക് പറ്റില്ല. കാരണം എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യന്റെ മനസ്സിനെ ഗ്രഹിക്കാനും വിശ്വസിക്കാനും കഴിയുന്ന എന്ത് തന്നെയായി കഴിഞ്ഞാലും അത് നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റും. അതായത് ഒരു മനുഷ്യ മനസ്സിനെ ഗ്രഹിക്കാൻ കഴിയുന്നത്, അതുപോലെ തന്നെ വിശ്വസിക്കാൻ കഴിയുന്നത്, അത് എന്ത് തന്നെയായാലും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന നെപ്പോളിയൻ ഹിൽ എന്ന് പറയുന്ന ചിന്തകൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അത് അക്ഷരം പ്രതി ശരിയാണ്. അതിൽ ഒരു സംശയവും നിങ്ങൾ വിചാരിക്കണ്ട. ഈ ബിസിനസ്സിൽ നിന്ന് ആരെങ്കിലും പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ബിസിനസ്സിൽ പൂർണ്ണ വിശ്വാസമില്ലാത്തത് കൊണ്ടും ഈ ബിസിനസ്സിനെ ഗ്രഹിക്കാൻ കഴിയാത്തത് കൊണ്ടുമാണ്. ഒരു കാരണവശാലും ഈ ബിസിനസ്സിന്റെ കുഴപ്പമല്ല. ഈ ബിസിനസ്സിന് ഒരു കുഴപ്പമില്ല, കുഴപ്പം മുഴുവൻ നമുക്കാണ്. അതുകൊണ്ടാണ് പറയുന്നത് ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ആ മൈൻഡ് സെറ്റ് മാറ്റാതെ നമുക്ക് പറ്റില്ല. കാരണം എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ വിശ്വാസത്തിന് ഒരു പർവ്വതത്തിന് നീക്കാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങളുടെ വിശ്വാസം അല്ലെങ്കിൽ നിങ്ങളുടെ സംശയം എന്ന് പറയുന്ന നിങ്ങളുടെ സംശയത്തിന് പർവ്വതങ്ങളെ സൃഷ്ടിക്കാനും കഴിയും. അതായത് തടസ്സങ്ങൾ നീക്കാനും തടസ്സങ്ങൾ സൃഷ്ടിക്കാനും കഴിയുന്നത് നമ്മുടെ മനസ്സിനെ തന്നെയാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ മാറ്റേണ്ടത് നമ്മളുടെ മൈൻഡ് സെറ്റ് ആണ്. ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ്. അപ്പൊ മൈൻഡ് സെറ്റ് എങ്ങനെ മാറ്റണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിൽ 2 തരത്തിലുള്ള ആളുകളാണുള്ളത്. ഒന്ന്, നമ്മൾ ഇതുവരെ ചിന്തിക്കാത്ത തലത്തിലൂടെ സഞ്ചരിക്കുകയും പ്രവർത്തിക്കുകയും ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന മനുഷ്യർ. രണ്ടാമത്തെ ഭൂരിഭാഗം വരുന്ന ആളുകൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അവര് മറ്റുള്ളവർ സൃഷ്ടിച്ചിരിക്കുന്ന അത്ഭുതങ്ങളെ പിന്തുടരുകയും അത് തുടർച്ചയായി അനുകരിക്കുകയും അതിലൂടെ സഞ്ചരിക്കുകയും വിജയിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ്. ഇതാണ് ഭൂരിഭാഗം ഉള്ളത്. അതിന് വേണമെങ്കിൽ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞ് ഞാൻ എൻ്റെ ആറ്റിറ്റ്യൂഡിലേക്ക് ഞാൻ വരാം. അത് നമ്മൾ അറിയണമെങ്കിൽ നമുക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ളതും അതുപോലെ തന്നെ സുപരിചിതമായിട്ടുള്ള കളി എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസവും അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. കളി എന്ന് പറയുന്നത് ക്രിക്കറ്റാണ്. ക്രിക്കറ്റിൽ 2010 വരെ
നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്, നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്, നമ്മൾ കേട്ടറിഞ്ഞ കാര്യം എന്ന് പറയുന്നത് ക്രിക്കറ്റിലെ ഏറ്റവും വലിയ സ്കോർ എന്ന് പറയുന്നത് സെഞ്ചുറി എന്ന് പറയുന്നതാണ്. 100 തികയ്ക്കുക, 100ൽ കവിയുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ ഒരിക്കലും 2010 വരെ ആ ക്രിക്കറ്റിനെ കണ്ടിട്ടില്ല. പക്ഷെ ക്രിക്കറ്റിന്റെ രാജാവ് എന്നറിയപ്പെടുന്ന, ക്രിക്കറ്റിന്റെ ഗോഡ് ഫാദർ എന്നറിയപ്പെടുന്ന സച്ചിൻ ടെണ്ടുൽക്കർ 2010 ആദ്യമായിട്ട് ഡബിൾ സെഞ്ചുറി തികച്ചു എന്നുള്ളതാണ്. ആദ്യമായിട്ട് വൺഡേ ക്രിക്കറ്റിൽ 200ൽ കൂടുതൽ സ്കോർ എടുത്തുകൊണ്ട് ലോകത്തിന്റെ താരമായി മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ക്രിക്കറ്റ് എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും ആദ്യമായിട്ട് സച്ചിൻ ടെണ്ടുൽക്കറുടെ പേര് പറയുന്നത്. ബാക്കിയുള്ള മുഴുവൻ ആളുകളും 2ാം സ്ഥാനത്താണ്. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യൻ ഇന്നേ വരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും നേടിയെടുക്കാൻ പറ്റുമെന്ന് ഒരിക്കലും നമ്മൾ വിശ്വസിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെ ബ്രേക്ക് ചെയ്ത് നേടിയെടുക്കാൻ പറ്റി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ക്രിക്കറ്റിന്റെ ഗോഡ് ഫാദർ എന്ന് സച്ചിൻ ടെണ്ടുൽക്കർ വിളിക്കപ്പെടുന്നത്. അതിനുശേഷം സേവാഗ് വന്നിട്ട് ഡബിൾ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്, രോഹിത് ശർമ്മ വന്നിട്ട് ഡബിൾ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ കേൾക്കുന്ന പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കറേത് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യ മനസ്സിന് ഗ്രഹിക്കാനും വിശ്വസിക്കാനും കഴിയുന്ന എന്ത് കാര്യവും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ബിസിനസ്സിൽ വളരെ കൃത്യമായിട്ട് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റും, അടുത്ത കോടീശ്വരൻ ഞാനായിരിക്കും, എന്റെ ടീമിലായിരിക്കും ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരെ സൃഷ്ടിക്കുക എന്ന് നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുകയും ഗ്രഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. ആ രൂപത്തിലാണ് അത് കടന്നു പോകുന്നത്. ഇനി നമുക്ക് എന്താണ്, നമ്മുടെ ABCD എന്ന് പറയുന്നതിൽ എയും ബിയും, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ആറ്റിറ്റ്യൂഡ് ഡിറ്റർമൈൻ യുവർ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ മനോഭാവം എന്താണോ അത് തന്നെയാണ് നിങ്ങളുടെ ഉയർച്ച തീരുമാനിക്കുന്നത് ആരാണ്? നമ്മൾ തന്നെയാണ്. നമ്മളുടെ താഴ്ച തീരുമാനിക്കുന്നതും നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് മനോഭാവം എന്ന് പറയുന്നത് നമ്മൾ ഉയർച്ചയെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ഉയർച്ചയിൽ വിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഈ ബിസിനസ്സിനെ എങ്ങനെയാണ് നമുക്ക് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും കാണുക? ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എന്നെ ആഗ്രഹിച്ചത്, ഈ ബിസിനസ്സിനെ പറ്റി ഒരു നെഗറ്റീവ് പറയാൻ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ? അല്ലെങ്കിൽ നമ്മൾ ഈ ബിസിനസ്സിനെ പറ്റി നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് എന്താ? ഇതൊരാളെ ചേർക്കുന്ന പരിപാടി, ആളെ പിടിക്കുന്ന പരിപാടി, ആളെ പറ്റിക്കുന്ന പരിപാടി. ഇതാണ് ഫസ്റ്റിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്, അതിലൊരു സംശയമില്ല. അത് ഈ ബിസിനസിന്റെ നെഗറ്റീവാണ്. എന്നാൽ ഈ ബിസിനസിന്റെ പോസിറ്റീവ് എന്താണെന്ന് പറയാം. ഈ പോസിറ്റീവ് എന്താണെന്ന് പറയണമെങ്കിൽ അത് ഏറ്റവും നന്നായിട്ട് പറഞ്ഞിരിക്കുന്ന, ഇതിനെപ്പറ്റി ഏറ്റവും ഗഹനമായ പഠനം നടത്തിയിരിക്കുന്ന, ഏറ്റവും നല്ല തത്വചിന്തകനായിട്ടുള്ള, ഏറ്റവും നല്ല ശാസ്ത്രജ്ഞനായിട്ടുള്ള, രാഷ്ട്രപതിയുടെ പദം അലങ്കരിച്ചിരിക്കുന്ന, നമ്മളെപ്പോഴും ആദരിക്കുന്ന APJ അബ്ദുൽ കലാം സാർ പറയുന്നു, ഈ ബിസിനസ് എന്ന് പറയുന്നത് ഈ നൂറ്റാണ്ടിന്റെ വസന്തമാണ്. ദാറ്റ് ഈസ് പോസിറ്റീവ്. അതാണ് പോസിറ്റീവ്. അങ്ങനെ ഈ ബിസിനസ്സിനെ നമുക്ക് ഈ നൂറ്റാണ്ടിന്റെ വസന്തമായി കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ പോസിറ്റീവിലാണ് നമ്മൾ നിൽക്കേണ്ടത്. ആളെ പിടിക്കുന്ന, ആളെ ചേർക്കുന്ന, ആളെ പറ്റിക്കുന്ന എന്ന് പറയുന്ന നെഗറ്റീവിനെയാണ് നമ്മൾ മാറ്റി നിർത്തേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബിസിനസ്സിനെ നന്നായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഒരു സംശയവും കാര്യത്തിലില്ല. കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊരു കാര്യത്തിലും നമുക്ക് ഒരു നെഗറ്റീവ് ഉണ്ട്, ഒരു പോസിറ്റീവ് ഉണ്ട്. നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണ് പനിനീർ ചെടി. ആ പനിനീർ ചെടിയിൽ ഏറ്റവും കൂടുതലുള്ളത് മുള്ളുകളാണ്. ഏറ്റവും കൂടുതൽ മുള്ളുകൾ ഉണ്ടെങ്കിലും നമ്മൾ അതിനെ എന്തുകൊണ്ടാണ് പനിനീർ പൂവ് എന്ന് വിളിക്കുന്നത്, അല്ലെ പനീർ ചെടി എന്ന് വിളിക്കുന്നത്? കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പോസിറ്റീവ് ആയതുകൊണ്ടും ആ ചെടിയിലെ ഏറ്റവും വലിയ പോസിറ്റീവ് മുള്ളല്ല, പുഷ്പമാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ അതിനെ പോസിറ്റീവായി കാണുന്നത്. അല്ലെങ്കിൽ അത് പനീർ പുഷ്പം എന്ന് നമ്മൾ വിളിക്കുന്നു. അതിലൊരു സംശയം അക്കാര്യത്തിലില്ല. ഇനി ഇതിന്റെ ഏറ്റവും വലിയ, ഈ നൂറ്റാണ്ടിന്റെ വസന്തം എന്ന് APJ സാർ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബിസിനസ് ആർക്കും ആപ്റ്റാണ് എന്നുള്ളതാണ്. നമ്മുടെ 5 വിരലുകൾ നമ്മളുടെ മൂക്കുകൾക്ക് അനുയോജ്യമാണ്. അത് ചെറുവിരലായി കഴിഞ്ഞാലും അതുപോലെ തന്നെ തള്ളവിരലായി കഴിഞ്ഞാലും ഏത് വിരലെടുത്ത് കഴിഞ്ഞാലും നമ്മളുടെ മൂക്കുകൾക്ക് അത് അനുയോജ്യമായി. അതിലൊരു സംശയമില്ല. അതുപോലെ തന്നെയാണ് ഈ ബിസിനസ്. ഈ ബിസിനസ് എന്ന് പറയുന്ന ജില്ലാ കളക്ടർ ആയിട്ടുള്ള ചാൾസ് സാറിന് ഇത് അനുയോജ്യമാണ്. 7ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ശ്രീധരൻ സാറിന് ഇത് ആപ്റ്റാണ്, ഏറ്റവും അനുയോജ്യമാണ്. മദ്രസ അധ്യാപകനായിട്ടുള്ള ഉമ്മർ സാറിന് ഇത് കറക്റ്റ് ആണ്. ഇനി പത്രപ്രവർത്തകനായിട്ടുള്ള സാറിന് ഇത് വളരെ കൃത്യമായിട്ട് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. ബാങ്കിങ് മേഖലയിലുള്ള എനിക്കിത് വളരെ കൃത്യമായിട്ട് യോജിക്കുന്ന ഒരു ബിസിനസ്സാണ്. നൗഫൽ സാർ എന്ന് പറയുന്ന ഒരു പ്രവാസിക്ക്
ഇത് ഏറ്റവും നന്നായിട്ട് യോജിക്കുന്ന ബിസിനസ്സാണ്. നിങ്ങൾ ഈ കൂട്ടത്തിലുള്ള ആരെ എടുത്തു കഴിഞ്ഞാലും അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ്. ധാരാണി സാറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അങ്ങനെയാണ്. ഇനി ഇതിൻ്റെ അകത്തിരിക്കുന്ന ഏറ്റവും കൂടുതൽ പ്രായമുണ്ടെന്ന് നമ്മൾ കണക്കാക്കുന്ന ഒരുപാട് വ്യക്തികൾ ഈ കാലിലുണ്ട്. അബൂബക്കർ സാറുണ്ട്, ചോദിക്കൂ നിങ്ങൾ. അനന്തൻ സാറിനോട് നിങ്ങൾക്ക് ചോദിക്കൂ. എല്ലാ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കുഞ്ഞപ്പയോട് നിങ്ങൾ ചോദിക്കുക. എല്ലാ ആളുകൾക്കും വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഈ ബിസിനസ്. അതുകൊണ്ട് തന്നെയാണ് ഈ ബിസിനസ്സിനെ പറ്റി ഗഹനമായിട്ട് പഠനം നടത്തിയിരിക്കുന്ന ആളുകളൊക്കെ തന്നെ പറയുന്നത് ഈ ബിസിനസ് നമ്മളൊക്കെ തന്നെ സംഗീതം പോലെ ശ്രവിക്കുന്ന ഒരു കാലഘട്ടം വരും. ഒരു സംശയവും നിങ്ങൾക്ക് അതിനില്ലേ? സംഗീതം പോലെ ശ്രവിക്കുന്ന ഒരു കാലഘട്ടം ഈ ബിസിനസ്സിന് ഉണ്ടാവും. ഒരു സംശയം അക്കാര്യത്തിൽ ആർക്കും വേണ്ടതില്ല. വളരെ കറക്റ്റ് ആയിരിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ള ചോദ്യത്തിന് ഒരു പ്രസക്തിയും ഇല്ല. നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ള ചോദ്യത്തിനും അപ്രസക്തമാണ്. ഒറ്റ ചോദ്യത്തിന് മാത്രമേ നമ്മൾ കൃത്യമായിട്ടുള്ള ഉത്തരം നൽകേണ്ടതുള്ളൂ. ഒറ്റ ചോദ്യത്തിന് മാത്രമേ നമ്മൾ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നൽകുന്നു. നമ്മൾ എങ്ങോട്ട് സഞ്ചരിക്കുന്നു എന്നുള്ളത്. നമ്മൾ എങ്ങോട്ട് സഞ്ചരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഇന്ന് ദരിദ്രനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള വിദ്യാഭ്യാസമോ കാര്യങ്ങളോ ഇല്ലാത്ത വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തിരക്ക് പിടിച്ച വ്യക്തികളായിരിക്കാം. ഇതൊക്കെ തന്നെയാണെങ്കിലും നിങ്ങൾ ഈ ബിസിനസ് ഏറ്റെടുത്തുകൊണ്ട് എങ്ങനെയാണ് മുന്നോട്ട് കുതിക്കുന്നതെന്ന് അനുസരിച്ചിരിക്കും ഈ ബിസിനസിന്റെ വളർച്ച എന്ന് പറയുന്നത്. കാരണം ഇതിന്റെ എൻഡ് കാണുക എന്നുള്ളതാണ്. ഇതിന്റെ എൻഡ് എന്ന് പറയുന്നത്, ബിസിനസിന്റെ അവസാനം എന്ന് പറയുന്നത് പോസിറ്റീവാണ്, ഹൈലി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരുപാട് മഹാരഥന്മാർ നമ്മുടെ നാട്ടിലുണ്ട്, ഒരുപാട് പേരുണ്ട്. ബിഗ് സീറോയിൽ നിന്ന് ഹീറോയിലേക്ക് വന്നിട്ടുള്ള എത്രയോ വ്യക്തികളുണ്ട്. അതിന് വേണമെങ്കിൽ ഒരു ഒറ്റ ഉദാഹരണം, ഒരു പ്രഗത്ഭ വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പരിചയപ്പെടുത്തി തരാം. ഈ ബിസിനസിന്റെ വലിപ്പം അറിയാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ സീറോയിൽ നിന്ന് എങ്ങനെ ഹീറോയിലേക്ക് എത്തുന്നു മനുഷ്യൻ എന്നുള്ള ചിന്തയെ പറ്റി ഉണർത്താൻ വേണ്ടിയിട്ട് ഒരു ഒറ്റ വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അതായത് ഒരിക്കലും ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി, ടീച്ചർ ഒരു കുട്ടിയോട് ചോദിച്ചിട്ടുണ്ട്, ഒരു കുട്ടിയോടല്ല എല്ലാ കുട്ടികളോടും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ജീവിതത്തിൽ ആരാകാനാണ് ആഗ്രഹമെന്ന്. ആരാകാനാണ് ആഗ്രഹം എന്നുള്ള ചോദ്യത്തിന് ഒരു കുട്ടി പറഞ്ഞത്, എന്റെ കൂട്ടുകാരനായിട്ടുള്ള ബാബുവിന്റെ വീട്ടിലെ പട്ടിക്കുട്ടിയായി മാറണം എനിക്കെന്നാ പറഞ്ഞത്. അതെന്തുകൊണ്ടാ പട്ടിക്കുട്ടിയായി മാറണം എന്ന് പറഞ്ഞു? അത് ഏറ്റവും വലിയൊരു പണക്കാരന്റെ വീട്ടിലുള്ള ഒരു പട്ടിക്കുട്ടിയാണ്, പണക്കാരന്റെ മകനാണ് ബാബു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടുന്ന ഒരു പട്ടിയാണ്, അത് ആ പട്ടിക്കുട്ടിയായി മാറുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം മണ്ണിൽ കുഴികുത്തി അതിൽ കുമ്പിളിൽ പഴങ്കഞ്ഞി സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ട് സ്കൂളിലേക്ക് വരികയും തിരിച്ചു ചെന്ന് അതേ പഴങ്കഞ്ഞി വീണ്ടും കഴിക്കുകയും ചെയ്യുന്ന, ജീവിതത്തിന്റെ ദാരിദ്ര്യവും കഷ്ടപ്പാടും ദുരിതവും ദുഃഖങ്ങളും പേറി പഠനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഇന്ത്യയിൽ നിന്ന് പഠനം കഴിഞ്ഞ സമയത്ത് വിദേശ രാജ്യങ്ങളിലെ സർവകലാശാലകളിൽ അധികായനായി മാറിയിട്ട്, അതുപോലെ തന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം ഒരു വലിയ സംഭവമായി വീണ്ടും തിരിച്ച് ഇന്ത്യയിലേക്ക് കടന്നു വന്ന് ഒറ്റപ്പാലത്തിന്റെ ഏറ്റവും നല്ല പാർലമെന്റേറിയനായി മാറി, പിന്നീട് ശേഷം അംബാസിഡറായി മാറി, പിന്നീട് 300 മുറികളുള്ള രാഷ്ട്രപതി ഭവനിലേക്ക് ചുവട് വെച്ച് കയറുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ കാലാൾപ്പട എന്നറിയപ്പെടുന്ന നമ്മുടെ കരസേനയുടെ, വ്യോമസേനയുടെ, നാവികസേനയുടെ മഹാരഥന്മാർ, അവരുടെ തലവന്മാർ ഒരുമിച്ച് നിന്ന് ബിഗ് സല്യൂട്ട് അടിച്ച ആ വ്യക്തിയുടെ പേരാണ്, ആ മഹാപ്രസ്ഥാനത്തിന്റെ പേരാണ് KR നാരായണൻ എന്ന് പറയുന്ന വ്യക്തി. വരുന്നത് ബിഗ് സീറോയിൽ നിന്നാണ് KR നാരായണൻ സാർ. അതുപോലെ തന്നെയാണ് നമ്മളൊക്കെ തന്നെ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് ഒന്നുമല്ലാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അകപ്പെട്ടു പോയി എന്നൊക്കെ പറയുന്ന രൂപത്തിലേക്ക് നമ്മൾ വന്നിട്ടുള്ള ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെയൊക്കെ മറികടന്ന് പ്രവർത്തിക്കാനും വിശ്വസിക്കാനും ഗ്രഹിക്കാനും കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് നയിക്കാനും നമുക്ക് കഴിയണം. അതാണ് ഈ ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. അങ്ങനെ വന്നിട്ടുള്ള ആളുകളൊക്കെ തന്നെ നിങ്ങൾ എടുത്തോളൂ. ഇതിൻ്റെ അകത്ത് കർഷക കുടുംബത്തിൽ നിന്ന് വരുന്ന ബെന്നി സാറാണ്. ഈ AIG എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ എല്ലാ ആളുകളും 2.10 വാങ്ങുന്ന സമയത്ത് അദ്ദേഹം 4.20 വാങ്ങുന്നു വീക്കിലി. 2 ID സീലിംഗ് ആണ്. 2 ID സീലിംഗ് ആണ്. മറ്റുള്ള ഏത് പ്രഗത്ഭന്മാരെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും അവരൊക്കെ തന്നെ ITC ആണ്. ശൈലേഷ് സാർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബിജു BK സാർ ആയിക്കോട്ടെ, അപ്കമിങ് ITC ആയിട്ടുള്ള ശ്രീധരൻ സാർ ആയിക്കോട്ടെ, മറ്റ് ഏത് വ്യക്തികളും ആയിക്കൊള്ളട്ടെ. പക്ഷെ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ബെന്നി സാർ. ഡബിൾ ID ITC ആണ്. എപ്പോഴും പറയാറുണ്ട് അദ്ദേഹത്തിന് 2 ചങ്കാണ്, ഒരു എല്ല് കൂടുതലാന്ന് പറയും. ബെന്നി അല്ല, ബെല്ലിയാണ്, എല്ല് കൂടുതലാണ്. അതിലൊരു സംശയമില്ല, അദ്ദേഹത്തിന് ഒരു എല്ല് കൂടുതൽ തന്നെയാണ്. അവരിൽ നിന്നൊക്കെയാണ് നമ്മൾ ഈ ബിസിനസിന്റെ ബാലപാഠവും ഇങ്ങനെ സംസാരിക്കാനും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ ബാലപാഠം കുറിച്ച് തന്ന ഒരു മഹത് വ്യക്തികളുടെ കൂട്ടത്തിൽ നമ്മൾ പെടുത്തുന്ന ഒരു ഇതാണ്.
അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യത്തെ നെഗറ്റീവ് കംപ്ലീറ്റ് നമ്മൾ ഒഴിവാക്കുക, നമ്മൾ പോസിറ്റീവിനെ മാത്രം എടുക്കുക. പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവ് ഭക്ഷിക്കുക, പോസിറ്റീവ് സംസാരിക്കുക, പോസിറ്റീവ് ശ്വസിക്കുക. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ സക്സസ് ഉള്ളൂ കേട്ടോ. അതിലൊരു സംശയവും നിങ്ങൾ വിചാരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമാണ്. ഇനി എന്താണ് ആറ്റിറ്റ്യൂഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആറ്റിറ്റ്യൂഡുകളിൽ 3 ആറ്റിറ്റ്യൂഡുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബിസിനസ്മാൻ ആറ്റിറ്റ്യൂഡാണ്. എന്താണ് ഈ ബിസിനസ്മാൻ ആറ്റിറ്റ്യൂഡ്? ബിസിനസ്മാൻ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ അറിയേണ്ട കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൃത്യമായിട്ട് പഠിക്കാത്ത ഈ ബിസിനസ്സിലേക്ക് വന്നിരിക്കുന്ന വ്യക്തികളായിക്കോട്ടെ, ഇനി പുറത്ത് നിൽക്കുന്ന വ്യക്തികളായിക്കോട്ടെ, ഇതെന്തോ പെട്ടെന്ന് എന്തോ ഒരു കോടീശ്വരനാകുന്ന എന്തോ ഒരു സംഭവം എന്നുള്ളതാണ്. പെട്ടെന്ന് ചുട്ടെടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ആളുകൾ ഇതിനെ കാണുന്നത്. അങ്ങനെ ചുട്ടെടുക്കുന്ന ഒരു സാധനവും സ്ഥായിയായിട്ട് നിലനിൽക്കില്ല. സ്ഥായിയായിട്ട് നിലനിൽക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും സ്ഥായിയായിട്ട് നിലനിൽക്കില്ല. നിങ്ങൾ ലോട്ടറി അടിച്ചിട്ടുള്ള 99% ആളുകളും എന്താണ്, ലോട്ടറി അടിച്ച് കോടീശ്വരന്മാരായിട്ടുള്ള 99% ആളുകളും ഇന്ന് കുത്തുപാള എടുത്തിട്ടുണ്ട്. അത് സെക്കൻഡുകൾ കൊണ്ട് കോടീശ്വരന്മാരായവരാണ്. അതേ സമയത്ത് സ്ഥായിയായിട്ടുള്ള കാലങ്ങൾ എടുത്തുകൊണ്ട് അടിസ്ഥാന തത്വങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് അതിന് വ്യക്തമായ അടിത്തറ പാകിക്കൊണ്ട് കെട്ടിപ്പൊക്കിയിട്ടുള്ള ബിസിനസ്സുകളൊക്കെ തന്നെ ഇന്ന് ലോകത്ത് പടർന്ന് പന്തലിച്ച് അതിന്റെ വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സംശയവും നിങ്ങൾ വിചാരിക്കുന്നു. ഇപ്പൊ സാധാരണഗതിയിൽ എന്താണ് എല്ലാരും പറയുന്നുണ്ട്, ഈ ബിസിനസ്സിൽ വന്നിരിക്കുന്ന ആളുകളൊക്കെ തന്നെ ഒരു കർഷകനെ പോലെ പെരുമാറണം എന്നാ പറയുന്നത്. എന്താ കർഷകനെ പോലെ പെരുമാറാൻ? കർഷകനെ പോലെ പെരുമാറണം എന്ന് പറയുന്നത്, നമ്മളൊരു തെങ്ങിൻ തൈ നട്ട് കഴിഞ്ഞാൽ 6 വർഷം 7 വർഷം എടുക്കും അത് ഒന്ന് കായ്ച്ചു കിട്ടാൻ. അങ്ങനെ കായ്ച്ചു കിട്ടി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആ തേങ്ങയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റാ, ആ ഇളനീരിനൊരു ടേസ്റ്റാ. ചിലപ്പോ നിങ്ങൾ ചോദിക്കും, 1 വർഷം കൊണ്ടുള്ളതില്ലേ 2 വർഷം കൊണ്ടില്ലേ? ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇത്രയും ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അത് കാലങ്ങൾ എടുത്തിട്ട് അതിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ആ തേങ്ങ നമുക്ക് തരുന്നത്. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. സാധാരണഗതിയിൽ ആളുകളൊക്കെ തന്നെ കൺസ്യൂമർ മൈൻഡോട് കൂടിയാണ് ചിന്തിക്കുന്നത്. എന്താ കൺസ്യൂമർ മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എന്ത് കൊടുത്താലും ആ സ്പോട്ടിൽ നമുക്ക് റിസൾട്ട് കിട്ടണം. ആ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂ. നമുക്ക് ഏതൊരു കാര്യത്തിനെ സാധാരണഗതിയിൽ ആളുകൾ വിശ്വസിക്കുന്നു. കാരണം നമ്മളിപ്പോ എന്താണ്, 1 കിലോ തക്കാളിക്ക് എന്താണ് ഇന്ന് 42 രൂപ, അല്ലെങ്കിൽ 1 കിലോ ഉള്ളിക്ക് 42 രൂപ. ആ 42 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ ഉള്ളി കിട്ടണം. ഇനി ഉള്ളി ഇവിടെ ഇല്ല, വൈകിട്ട് തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല, നമ്മൾ അടുത്ത കടയിൽ പോയിട്ട് അത് വാങ്ങിക്കും. അത് കൺസ്യൂമർ മൈൻഡാണ്. അതുപോലെ നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് ഒരാഴ്ച കൊണ്ട് 2 ആഴ്ച കൊണ്ട് 1 വർഷം കൊണ്ട് കോടീശ്വരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഇതിന് കുറെ തത്വങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. ഇതൊക്കെ തന്നെ പഠിച്ച് വളരെ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് പറ്റൂ. അത് സാധാരണഗതിയിൽ 2 വർഷം 3 വർഷം 4 വർഷമൊക്കെ എടുത്തിട്ട് ആളുകൾ ചെയ്യാറുണ്ട്. ഓരോരുത്തരുടെ കപ്പാസിറ്റിയും അവരുടെ ടീമിനനുസരിച്ചിട്ട് അതിന്റെ സമയം കുറഞ്ഞു വന്നേക്കാം. എന്നാൽ സമയമെടുക്കാതെ ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊന്ന് പഠിച്ചിരിക്കണം. പഠിച്ച് ആ സിസ്റ്റം ഒന്ന് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റം ഒന്ന് റൺ ചെയ്യിക്കണം. ആ റൺ ചെയ്യിക്കുന്ന കൂട്ടത്തില് എല്ലാ ആളുകളെയും നമ്മൾ ഒരുപോലെ കാണാനും അവരോട് സംവദിക്കാനും അവരെ സ്നേഹിക്കാനും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മളേതായ ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ബിസിനസ്സിൽ നിന്ന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റൂ. അതിലൊരു സംശയമില്ല. നിങ്ങൾ ലോകത്ത് കോടീശ്വരന്മാരായിട്ടുള്ള ആളുകളെയൊക്കെ ഒന്ന് എടുത്തു നോക്കൂ. അവരൊന്നും ഒരു സുപ്രഭാതത്തിൽ കോടീശ്വരനായിട്ടുള്ള ആളുകളല്ല. ഇന്ന് മലയാളികൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുകയും ചർച്ചയും ചെയ്യപ്പെടുന്ന ഒരു കോടീശ്വരൻ ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാവരും ഒറ്റ സ്വരത്തിൽ ഉത്തരം പറയും. ഞാനിപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ആളാരാണെന്ന് ഇക്കൂട്ടത്തിലുള്ള ആളുകളൊക്കെ തന്നെ അത് കൃത്യമായിട്ട് പറഞ്ഞു തരും. അദ്ദേഹത്തിന്റെ പേരാണ് യൂസഫ് അലി സാർ എന്ന് പറയുന്നത്. യൂസഫ് അലി സാർ എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച് വന്നതല്ല. 30 വർഷം എടുത്തു അദ്ദേഹം ഇന്ന് കാണുന്ന തരത്തിലേക്കുള്ള ഒരു ബിൽഡപ്പ് നടത്താൻ, ലുലു എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ടാക്കാൻ. ലുലു എന്ന് പറയുന്ന ബ്രാൻഡ് ഉണ്ടാക്കാൻ 30 വർഷം എടുത്തു അദ്ദേഹം. 30 വർഷം. ഞാൻ കൊറോണ കാലത്ത് അദ്ദേഹമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു. ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവർക്കും യൂസഫ് അലി ആവണം, എല്ലാവർക്കും യൂസഫ് അലി ആവണം. പക്ഷെ യൂസഫ് അലി സാറിന്റെ 30 വർഷങ്ങൾ അതാർക്കും വേണ്ട. അതാർക്കും വേണ്ട എന്നുള്ളതാണ്. നാട്ടിക സ്വദേശിയായിട്ടുള്ള യൂസഫ് അലി എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ 30 വർഷം മുമ്പേ ഗൾഫിലേക്ക് ചേക്കേറുന്ന സമയത്ത് ആ മണലാരണ്യത്തിൽ ഗുബൂസും പച്ചവെള്ളവും കുടിച്ച് നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു.
ആ കാലഘട്ടത്തിൽ നിന്ന് അദ്ദേഹം ഒരു ബിസിനസ്സുകാരനെ പോലെ മാറിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ അറിയാതെ വന്നിരിക്കുന്ന ഒരു ഹൈ തിങ്കിങ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ബിസിനസ് മാൻ ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. ആ ആറ്റിറ്റ്യൂഡാണ് പിന്നീട് എന്താണെന്ന് ഏറ്റവും കൂടുതൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫുഡ് ഐറ്റംസ് വിറ്റഴിക്കുന്ന മാർക്കറ്റിംഗ് രംഗത്തെ ഏറ്റവും അധികായനായി മാറിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അധികാരനായിട്ട് മാറിയിട്ടുള്ളതാണ്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു വിശ്വാസിയായിരുന്നു, ദൈവവിശ്വാസിയായിരുന്നു. അതിൽ കൂടുതൽ അദ്ദേഹം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മയെ അല്ലെങ്കിൽ അമ്മയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു സംശയവും ഇല്ല. അപ്പൊ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ ജീവിതത്തിൽ 30 വർഷത്തിനിടയിൽ കടന്നുപോയിട്ടുണ്ട്. ഇന്ന് കാണുന്ന യൂസഫ് അലി സാർ എന്ന് പറയുന്ന ആ തെളിഞ്ഞു നിൽക്കുന്ന ഒരു അരയന്നത്തെ പോലെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. അരയന്നത്തെ പോലെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നില്ല അദ്ദേഹം കൈകാലിട്ടടിക്കുന്നത്. നമ്മൾ കാണുന്നത് മനോഹരമായിട്ടുള്ള അരയന്നങ്ങൾ ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് മാത്രമാണ്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നിട്ട് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞതല്ല, അദ്ദേഹം ഒരു വാക്കുകളിൽ പ്രസംഗത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ വിശുദ്ധ ഖുർആനിൽ ദൈവം അല്ലാഹു പറയുന്നുണ്ട്, നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തതൊന്നും ഞാൻ നിങ്ങൾക്ക് തരില്ല. നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ഒരു പ്രതിസന്ധിയും ഞാൻ നിങ്ങൾക്ക് തരില്ല. വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റാണ് ആ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ, പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളോട് നമ്മൾ എങ്ങനെ സമീപിക്കുന്നു, ആ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കാൻ നമ്മൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രതിസന്ധിയെ മറികടക്കാൻ പറ്റും. മറികടക്കാൻ പറ്റാത്തതൊന്നും നമുക്ക് ദൈവം തന്നിട്ടില്ല. ഒരു സംശയവും നിങ്ങൾ വിചാരിക്കും, അതൊന്നും നമുക്ക് തന്നിട്ടില്ല. പക്ഷേ പ്രശ്നങ്ങൾ വന്നു, പ്രതിസന്ധികൾ വന്നു, അത് ദൈവം സംരക്ഷിക്കുമോ എന്ന് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിഡ്ഢികളുടെ ലോകത്താണ്. കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടുന്നവനെ തള്ളിക്കൊടുക്കും, നിൽക്കുന്നവനെ നോക്കി നിന്ന് ആസ്വദിക്കും ദൈവം പോലും. അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ബിസിനസ്സിലൂടെ രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ നമുക്ക് വേണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമർ മൈൻഡ് നമുക്ക് മാറ്റിവെക്കാം, നമുക്ക് ആ ബിസിനസ് മൈൻഡ് നമുക്ക് എടുക്കാം. കാരണം നിങ്ങൾ കാത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തിച്ചുകൊണ്ട് കാത്തിരിക്കണം. അല്ലാതെ വെറുതെ കാത്തിരുന്നാൽ നമുക്ക് കിട്ടില്ല. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് കാത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ബിസിനസ്സുകാരനായി മാറാം, നമുക്ക് ഒരു കോടീശ്വരനായി മാറാം എന്നുള്ളതാണ്. ഈ കോടീശ്വരൻ നടക്ക് പറയുന്ന സമയത്ത്, ഈ പുലർകാലെ വിളിച്ചു വരുത്തി കോടികൾ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. അത് നിരന്തരമായിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബോധ മനസ്സിൽ നിന്ന് അത് ഉപബോധ മനസ്സിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട, നമുക്ക് കോടീശ്വരനായി മാറാം. അതിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. അതാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് നെഗറ്റീവ് തിങ്കിങ്, അതുപോലെ തന്നെ പോസിറ്റീവ് തിങ്കിങ്, ബിസിനസ് മാൻ ആറ്റിറ്റ്യൂഡ്, കൺസ്യൂമർ ആറ്റിറ്റ്യൂഡ്. അത് അടുത്ത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ തിങ്കിങ് ആറ്റിറ്റ്യൂഡാണ്. അതുപോലെ തന്നെ ലോ തിങ്കിങ് ആറ്റിറ്റ്യൂഡ്. എന്താ ലോ തിങ്കിങ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്? ഈ ബിസിനസ് നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയാൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ 2.10 കിട്ടും, മാസത്തിൽ 8.40 കിട്ടും. ആ പറയുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് ഇന്ന് എനിക്ക് കുറച്ച് കാശും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്, കഞ്ഞി കുടിക്കാനുള്ള വകയുണ്ട്, ഞാൻ ആ രൂപത്തിൽ അങ്ങ് ജീവിച്ചു പോകും, ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കും. അദ്ദേഹം ലോ തിങ്കിങ് ആറ്റിറ്റ്യൂഡാണ്. ഒരു സൈക്കിൾ നിരന്തരമായി ചവിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തോട് പറയാണ് ടെക്നോളജി മാറിയിട്ടുണ്ട്, ടെക്നോളജി മാറിയതനുസരിച്ചിട്ട് നമുക്കൊന്ന് വേഗത കൂട്ടാൻ, നിങ്ങളൊരു ബൈക്ക് എടുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഹൈ തിങ്കിങ് ആണെങ്കിൽ അദ്ദേഹം ബൈക്ക് എടുത്തിരിക്കും. ലോ തിങ്കിങ് ആണെങ്കിൽ അദ്ദേഹം സൈക്കിൾ ഉപയോഗിക്കുക മാത്രമല്ല അതിന് അദ്ദേഹം ഒരു പൊടിപ്പും തൊങ്ങലും വെച്ച് സംസാരിക്കും. പറയുന്നത് ശരിയാണെങ്കിലും നമുക്കത് ലോ തിങ്കിങ് ആണ്. ആരോഗ്യത്തിന് നല്ലത് സൈക്കിൾ ചവിട്ടുന്നതാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV കണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾ കളർ TV വാങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ കളർ TV കണ്ണിന് കേടാണ്, നല്ലത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അതായത് മനസ്സിൽ നിന്ന് വരുന്നത് ലോ തിങ്കിങ് ആറ്റിറ്റ്യൂഡാണ്. എന്നാൽ തീർച്ചയായിട്ടും ഹൈ തിങ്കിങ് ആറ്റിറ്റ്യൂഡ് എന്താണ്? ഹൈ തിങ്കിങ് ആറ്റിറ്റ്യൂഡ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തകർന്നടിഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്ന് വളരെ ശക്തമായിട്ട് ഈ ബിസിനസ് പറയാനും ഈ ബിസിനസ്സിൽ നിന്ന് വിജയങ്ങൾ കൊയ്തെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടെങ്കിൽ ആ ആത്മവിശ്വാസത്തെയാണ് നമ്മൾ ഹൈ തിങ്കിങ് എന്ന് പറയുന്നത്. അങ്ങനെ ഹൈ തിങ്കിങ് ആയിട്ടുള്ള ആളുകളാണ് ലോകത്തിൽ വൻ വിജയങ്ങൾ കൊയ്തെടുത്തത്. അറിയണമെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ തിങ്ക് ബിഗ്, തിങ്ക് അഹെഡ്. നമ്മൾ വലിയതിനെ മാത്രം ചിന്തിക്കുക, നമ്മൾ വലിയതിനെ മാത്രം മുകളിൽ വെക്കുക. ഐഡിയാസ് ആർ നോ വൺസ് മൊണോപ്പൊളി എന്ന് പറയുന്നത്. ആശയങ്ങൾ എന്ന് പറയുന്നത് ആരുടെയും കുത്തകയല്ല.
ആശയങ്ങൾ എന്ന് പറയുന്ന ആരുടെയും കുത്തകയല്ല. ഇത് നമ്മളെയൊക്കെ തന്നെ ആ കുത്തകയാണ് ഈ ആശയങ്ങൾ എന്ന് പറയുന്നത്. ഈ ആശയങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മുൻപോട്ട് സഞ്ചരിക്കേണ്ടത്. ഇത് പറഞ്ഞിരിക്കുന്നത് ഞാനല്ല, ഇത് പറഞ്ഞിരിക്കുന്നത് ഹൈ തിങ്കിങ്ങിന് ഏറ്റവും ഉദാഹരണം കാണിക്കാൻ പറ്റിയിട്ടുള്ള ധീരുഭായ് അംബാനി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. 1980-കളിൽ ഇന്ത്യൻ റോഡുകളിൽ, അതുപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ ഹൈവേകളിലും, ഉമർ സാദൊക്കെ കണ്ടിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടോന്നോ എനിക്കറിയില്ല, അദ്ദേഹം ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് പറയുന്നതുണ്ട്, എനിക്കും ഒരു സ്വപ്നമുണ്ട് എന്ന്. എല്ലാ സ്ഥലങ്ങളിലും ആ ബോർഡ് ഉണ്ടായിരുന്നു അന്ന്, റിലയൻസ് വരുന്നതിന് തൊട്ട് മുമ്പ്, എനിക്കും ഒരു സ്വപ്നമുണ്ട്. അത് ആ സ്വപ്നം അയാൾ നെയ്തെടുക്കാൻ തുടങ്ങിയത് അദ്ദേഹം ധീരുഭായ് അംബാനി എന്ന് പറയുന്ന ലോകം അറിയുന്ന കോടീശ്വരനായതിനു ശേഷമല്ല. അദ്ദേഹം ആ സ്വപ്നം നെയ്തു തുടങ്ങിയത് ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തെ പറ്റി പറയുന്നുണ്ട് പെട്രോൾ പമ്പിന്റെ കഥ. അതിനപ്പുറത്തേക്ക് ഒന്നുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ് സാധാരണ നാട്ടുമ്പുറത്തുള്ള ക്ഷേത്ര പ്രദേശങ്ങളിൽ അപ്പം വിറ്റ് നടന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ അപ്പം വിറ്റ് നടന്ന വ്യക്തിയിൽ നിന്ന് അദ്ദേഹം ഒരു മാറ്റം ആഗ്രഹിച്ച് അദ്ദേഹം ചെന്നെത്തിയത് പെട്രോൾ പമ്പിലാണ്. പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കുന്ന സമയത്ത് അദ്ദേഹം ചിന്തിച്ചത് ഈ ജോലി സ്ഥിരമായിട്ട് എനിക്ക് കിട്ടണമേ എന്നല്ല. അല്ലെങ്കിൽ അദ്ദേഹം ചിന്തിച്ചത് ഇതുപോലൊരു പെട്രോൾ പമ്പ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കണം എന്നല്ല അദ്ദേഹം ചിന്തിച്ചത്. അദ്ദേഹം ചിന്തിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്രോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു റിഫൈനറിയാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണ പയ്യൻ. അത് വെറും സ്വപ്നമായിരുന്നില്ല. അതിനുവേണ്ടി നിരന്തരമായി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി അഹോരാത്രം കഠിന പ്രയത്നം ചെയ്ത സമയത്ത് ഗുജറാത്തിലെ ജാംനഗറിൽ അദ്ദേഹത്തിന്റെ സ്വപ്നം സഫലീകരിച്ചു. അവിടെ അദ്ദേഹത്തിന്റെ എന്ത് വന്നു? റിഫൈനറി വന്നു. ഇന്ത്യയിലെ ആദ്യത്തെ റിഫൈനറി എന്നുള്ള രൂപത്തിലേക്ക് ഒരു സാധാരണക്കാരൻ നടന്നു കയറിയിട്ടുണ്ട്. ഇതാണ് ഹൈ തിങ്കിങ് എന്ന് പറയുന്നത്. അങ്ങനെ ചിന്തിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അങ്ങനെ ചിന്തിക്കാൻ എനിക്ക് പറ്റുമോ? എങ്കിൽ ഞാനും നിങ്ങളും രക്ഷപ്പെട്ടിരിക്കും. കാരണം ഇപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്, നമുക്കിത് പറ്റില്ലപ്പാ, നമ്മളിത് ഇങ്ങനെ എന്താണ്, ഇതൊക്കെ ബെന്നി സാറിന് പറഞ്ഞത്, BGBK സാറിന് പറഞ്ഞത്, അല്ലെങ്കിൽ ശൈലേഷ് സാറിന് പറഞ്ഞതാണ്, അല്ലെങ്കിൽ അനീഷ് സാറിന് പറഞ്ഞതാണ്, അല്ലെങ്കിൽ മുബീൻ സാറിന് പറഞ്ഞതാണ് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അതൊന്നും അല്ല. അവർക്കൊക്കെ പറഞ്ഞു എന്ന് പറയുന്നത് അവർക്കൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ശരിയാണ്. അവർക്ക് മാത്രമല്ല, ഇത് നമുക്കും പറഞ്ഞിട്ടുണ്ട്. കാരണം ഏതൊരു കാര്യമാണോ ഒരു പ്രാവശ്യം ബ്രേക്ക് ചെയ്യപ്പെടുന്നത് പിന്നീട് അത് തുരുതുര ബ്രേക്ക് ചെയ്യപ്പെടും. അതിലൊരു സംശയമില്ല. എന്നേ. അനീഷ് സാർ വന്ന് 2.10 വാങ്ങി കാണിച്ചു വന്നു. അദ്ദേഹം അതുകൊണ്ട് തന്നെ ബെല്ലി സാർക്ക് കോൺഫിഡന്റ്, ബെല്ലി സാർ അത് വാങ്ങിച്ചു കാണിച്ചു. ബെല്ലി സാർ അത് വാങ്ങിയ സമയത്ത് സ്വാഭാവികമായിട്ടും എന്താണ്, BGBK സാർ അത് വാങ്ങിച്ചിട്ടുണ്ട്, ശൈലേഷ് സാർ അത് വാങ്ങിച്ചിട്ടുണ്ട്, ശ്രീധരൻ സാർ വാങ്ങിച്ചിട്ടുണ്ട്, നൗഫൽ സാർ അത് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ ഏറ്റവും അടുത്ത എന്താണ്, ഏറ്റവും പുതിയ താരോദയം എന്ന് പറയുന്ന അയ്യൂബ് സാർ അത് വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാ ആളുകളും അത് വാങ്ങിച്ചുകൊണ്ടിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് കിട്ടുന്നേ. അതിന് വേണ്ട കുറെ ടിപ്സുകളുണ്ട്, കുറെ ടെക്നിക്കുകളുണ്ട്, കുറെ സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തെ നമ്മളൊന്ന് എന്താണ്, ആ സിസ്റ്റത്തിലൂടെ നമ്മളൊന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കും അത് ഏൺ ചെയ്യാൻ പറ്റും. ഇതാണ് ഈ ബിസിനസിന്റെ ആറ്റിറ്റ്യൂഡ്. അതായത് നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ്. അപ്പൊ നമുക്ക് വേണ്ടത് നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ആണ്. നമുക്ക് വേണ്ടത് ലോ തിങ്കിങ് അല്ല, ഹൈ തിങ്കിങ് ആണ്. നമുക്ക് വേണ്ടത് കൺസ്യൂമർ മൈൻഡ് സെറ്റ് അല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് ഒരു ബിസിനസ്മാൻ ആറ്റിറ്റ്യൂഡാണ്. യൂസഫ് അലി സാറിനെ പോലെ ചിന്തിക്കുക, അംബാനിയെ പോലെ ചിന്തിക്കുക. ഇനി എന്താണ് ഹൈ തിങ്കിങ് എന്ന് ലോ തിങ്കിങ്, പിന്നെ നെഗറ്റീവ് പോസിറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവിനെ പറ്റിയും സ്വപ്നങ്ങളെ കുറിച്ചും സംസാരിച്ച സ്വപ്നങ്ങളുടെ രാജകുമാരനായ APJ അബ്ദുൽ കലാം സാറിനെ പോലെ ചിന്തിക്കുക. ഇങ്ങനെ ചിന്തിക്കുക. ബെല്ലി സാറിനെ പോലെ ചിന്തിക്കുക, BGBK സാറിനെ പോലെ ചിന്തിക്കുക, ശൈലേഷ് സാറിനെ പോലെ ചിന്തിക്കുക. ഇങ്ങനെ എന്താണ് ഇവരെവര് എവിടുന്ന് വരുന്നു എന്നുള്ളതൊന്നും ചോദ്യമായിട്ട് അദ്ദേഹത്തിന് വരുന്നില്ല. അതുകൊണ്ട് ആശയങ്ങളും അതിന്റെ കാര്യങ്ങളും ഒക്കെ തന്നെ നേടിയെടുത്ത് വളരെ കൃത്യമായിട്ട് ഈ ബിസിനസ്സിനെ മുന്നോട്ട് സഞ്ചരിപ്പിക്കാൻ നമുക്ക് കഴിയും. അതിനുവേണ്ടി നന്നായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതാണ് ആദ്യത്തെ A എന്ന് പറയുന്നത്. ഇനി B എന്ന് പറയുന്നത് 10 മിനിറ്റിൽ ഞാൻ അവസാനിപ്പിക്കും. ബിലീഫ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്, അതൊരു 1 ഡേ ട്രെയിനിങ് ആണ്. ABCD എന്ന് പറയുന്നത് ഒരു 2 ഡേ ട്രെയിനിങ് ആണ്. 3/4 മണിക്കൂറിൽ നമുക്ക് തീർക്കാൻ പറ്റില്ല, എന്നാലും പറഞ്ഞു പോവാം കാര്യങ്ങൾ, വിശദീകരിക്കാനൊന്നും പറ്റില്ല. ബിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിലീഫിലാണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ എന്താണ് വഴുതി വീഴുന്നത്. നമ്മൾ കാൽ തട്ടി വഴുതി വീഴുന്നത് ബിലീഫിലാണ്. സാധാരണഗതിയിൽ പറയുന്നുണ്ട്, മല തടഞ്ഞ് ഒരു മനുഷ്യനും ഇന്നേ വരെ വീണിട്ടില്ല, പക്ഷെ മലയുടെ അടിയിലുള്ള കല്ല് തടഞ്ഞിട്ട് ആൾക്കാർ വീഴാറുണ്ട്. കല്ലിന്റെ മുകളിലൂടെ നമുക്ക് നടക്കാൻ പറ്റും, പക്ഷെ ചെറിയൊരു കല്ല് ഷൂവിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ പറ്റില്ല.
അത് വിശ്വാസത്തിന്റെ ഒരു പ്രശ്നം. അപ്പൊ ബിലീഫ് എന്ന് പറയുന്നത് ഇതിന്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം. സ്വയം ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവന് പറ്റും, ഇവന് പറ്റും, അവൾക്ക് പറ്റും, ഇവൾക്ക് പറ്റും, എനിക്ക് പറ്റില്ല എന്നുള്ള ചിന്താഗതി മാറ്റിയെടുക്കുക. അല്ലെങ്കിൽ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ ബിസിനസിന്റെ എന്താണ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള കുഴപ്പമോ കാര്യങ്ങളോ ഉണ്ടാകാൻ പറ്റില്ല. അതിന് ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ഈ ബിസിനസ്സിൽ പിടിച്ചു നിർത്തുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്, ഒരുപാട് ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കമ്പനി. ചുമരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചിത്രം വരയ്ക്കാൻ പറ്റൂ. ക്യാൻവാസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചിത്രം വരയ്ക്കാൻ പറ്റൂ. ആ ക്യാൻവാസ് എങ്ങനെയാണ്, ആ ചുമരെങ്ങനെയാണ്, അത് എത്രത്തോളം സ്റ്റെബിലിറ്റി ഉണ്ട്, അതിന് എത്രത്തോളം എന്താണ് ഉറപ്പുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ആദ്യം. അപ്പൊ കമ്പനി എന്ന് പറയുന്നത് 2014 സ്റ്റാർട്ട് ചെയ്ത് 2024 എത്തുമ്പോഴും 10 വർഷം പിന്നിട്ട് 11ാമത്തെ വർഷത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ 11 വർഷം അല്ലെങ്കിൽ 10 വർഷം 11 വർഷം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയെ വിലയിരുത്താൻ പറ്റിയ കാലയളവൊന്നുമല്ല. പക്ഷേ പ്രായത്തേക്കാൾ കൂടുതൽ പക്വത കാട്ടുന്ന ഒരു കമ്പനിയാണിത്. പക്വത കാട്ടുന്നു. 10 വർഷം 11 വർഷം എന്ന് പറയുന്നത് ഒരു കമ്പനിയെ വിലയിരുത്താൻ പറ്റിയ കാലയളവല്ല. എന്നിട്ട് നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രായത്തിൽ കുറഞ്ഞ കവിഞ്ഞൊരു പക്വത കാണിക്കുന്നു എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണ്? 11ാമത്തെ വർഷത്തിലേക്ക് ഇരിക്കുന്ന കമ്പനി, ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് അന്ന് മുതൽ കാണാൻ തുടങ്ങിയതാണ് ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനി. ഇന്ത്യയിലെ ടോപ്പ് 10 ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ അതിനൊരു മാറ്റം ഞാൻ കണ്ടിട്ടില്ല. ഇന്നലെ വരെ ഞാൻ അടിച്ച ആളുകൾക്ക് കാണിച്ചു കൊടുത്ത സമയത്ത് നമ്പർ 1 കമ്പനി MI ലൈഫ് സ്റ്റൈലാണ്. എന്തുകൊണ്ടാണ്? അത് പ്രായത്തിൽ പ്രായത്തിനേക്കാൾ കൂടുതൽ പക്വത കാണിക്കുന്നതുകൊണ്ടാണ്. ആ കമ്പനിയല്ല ഞാൻ നിങ്ങൾ വർക്ക് ചെയ്തത്. കമ്പനിയെ ആസ്വദിക്കേണ്ട കാര്യമൊന്നുമില്ല. ISO സർട്ടിഫൈഡ് കമ്പനിയാണ്. ISO സർട്ടിഫൈഡ് കമ്പനിയാണ്. ഇനി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ഘടകങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ സംസാരിക്കാനുണ്ട്. ഇനി ആ 24ഓളം ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കമ്പനി. ആകെ 600-700 കമ്പനി ആയുഷ് സർട്ടിഫൈഡ് പ്രൊഡക്റ്റ് മാത്രമേ ഇന്ത്യയിലുള്ളൂ. അതിൽ 24 പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നു. ചെറുതൊന്നും അല്ല കേട്ടോ. നമ്മളെ വലിപ്പത്തെ പറ്റി ഒന്ന് മനസ്സിലാക്കണം. ആനയ്ക്ക് അതിന്റെ വലിപ്പം അറിഞ്ഞൂടാ, അത് സത്യമാണ്. പക്ഷെ നമ്മുടെ വലിപ്പത്തെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്ന കമ്പനി ഏതാണെന്നുള്ളത്, കമ്പനിയുടെ വലിപ്പം നമ്മൾ അറിഞ്ഞിരിക്കണം. സ്കിൽ ഇന്ത്യ അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, ഇതിന്റെ പ്രൊഡക്റ്റും കാര്യങ്ങളും രണ്ടാമത് ഞാൻ പറയാനുള്ള സമയമില്ല, എന്നാലും ഞാൻ 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കും. അപ്പൊ അതിൻ്റെ അകത്ത് കമ്പനിയുടെ വലിപ്പം. പ്രവീൺ ചന്ദൻ സാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, അദ്ദേഹം വരുന്നത് എന്താണെന്ന് പറഞ്ഞു നോക്കിയാൽ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായികളായിട്ടുള്ള ടാറ്റയ്ക്ക് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായികളാണ് മഹാവീർ മെറ്റൽസ് എന്ന് പറയുന്നത്. ആ മഹാവീർ മെറ്റൽസിൽ നിന്നാണ് വരുന്നത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക്. 2002 മുതൽ ഇതിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഡയറക്ട് സെല്ലിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്. അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരൊറ്റ MD പോലും ഇന്ന് എവിടെ ഇല്ല, ഇന്ത്യയിലില്ല, ലോകത്തിലില്ല. ആ രൂപത്തിലേക്കാണത്. ഇന്ന് ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയായി മാറിയിട്ടുണ്ടെങ്കിൽ നാളുകളിൽ ലോകത്തിലെ നമ്പർ 1 കമ്പനിയായി മാറാൻ പോകുന്ന ഒരു കമ്പനിയാണിത്. 11 വർഷമായിട്ടേ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഇതിന്റെ പ്രൊഡക്റ്റ് എന്താണ്? പ്രൊഡക്റ്റ് 24 ആയുഷ് പ്രീമിയം ഉൽപ്പന്നങ്ങൾ, വേൾഡ് ക്ലാസ് പ്രൊഡക്റ്റുകൾ. എലമെന്റ്സ് എന്ന് പറയുന്ന ബ്രാൻഡ്, MI ഹോം എന്ന് പറയുന്നത്, ഓൺ ആൻഡ് ഔട്ട് എന്ന് പറയുന്ന വേൾഡ് ക്ലാസ് ബ്രാൻഡ്. അതുകൊണ്ട് തന്നെയാണ് ടൈംസ് ഓഫ് ഇന്ത്യ ലീഡിംഗ് മീഡിയ ആണ്. 2019 2023 ആ കാലയളവിലൊക്കെ തന്നെ ഏറ്റവും നല്ല ബ്രാൻഡായിട്ട്, ഏറ്റവും നല്ല ഹെൽത്ത് ബ്രാൻഡായിട്ട് തിരഞ്ഞെടുത്തത്. വെറുതെ നറുക്കിട്ടെടുത്തൊന്നുമല്ല, ആയിരക്കണക്കിന് വീടുകളിൽ കയറി അത് ഉപയോഗിച്ച ആളുകളുടെ റിസൾട്ട് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഏറ്റവും നല്ല ഹെൽത്ത് ബ്രാൻഡായിട്ട് രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതാണ് പ്രൊഡക്റ്റ്. ഏത് വീടിലാണോ നമ്മുടെ പ്രൊഡക്റ്റ് കയറി ചെന്നത്, അവിടുന്ന് ഒരു കാരണവശാലും ആ പ്രൊഡക്റ്റ് ഇറങ്ങിപ്പോവില്ല. ഏറ്റവും നല്ലൊരു വിത്ത് എവിടെ ഇട്ട് കഴിഞ്ഞാൽ, ഏത് ചെളിയിലും ചേറിലും ഇട്ട് കഴിഞ്ഞാലും അത് മുളച്ച് പൊന്തിയിരിക്കും.
നമ്മുടെ പ്രൊഡക്റ്റ് എവിടെ ഇട്ട് കഴിഞ്ഞാലും അതിന്റെ റിസൾട്ട് ഉറപ്പാണ്. അതിലെന്താ നിങ്ങൾക്ക് സംശയമുള്ളത്? ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഏത് പ്രൊഡക്റ്റ് നിങ്ങൾ എടുത്തോ, അത് ഇന്ന പ്രൊഡക്റ്റ് എന്നൊന്നുമില്ല. ഏതാ ക്യാൻസറിനെ വരെ പ്രതിരോധിക്കാൻ പറ്റിയിട്ടുള്ള ഏജ് എന്താണ്? ആന്റി ക്യാൻസർ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും സൂപ്പർ പ്രൊഡക്റ്റ് 95 എന്ന പ്രൊഡക്റ്റ്. ഇന്ന് ഇന്ത്യ രാജ്യത്ത് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രൊഡക്റ്റ് കവചപ്രാശ്, ന്യൂട്രി ലൈഫ്, ഇതൊക്കെ തന്നെ ഏറ്റവും സെറ്റ് കാര്യം. ബേബി ടു ബാബ, ചെറിയ വീട് എന്താണ്, വീടുകളിൽ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ള ആളുകൾ വരെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. രണ്ടാമത്തെ സാധനം എന്താണ്? മൂന്നാമത്തത് ഇൻകം പ്ലാൻ. ഇൻകം പ്ലാൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ എന്തുകൊണ്ടാണ് ഇതിന്റെ പിറകെ ഓടുന്നത്? ആളുകൾ എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒരേ നേർരേഖയിൽ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ഒരേ ഗോളിന് വേണ്ടി ഒരേ ദിശയിലേക്ക് സഞ്ചരിക്കുന്നത്? അത് ഇൻകം പ്ലാനിന്റെ പ്രത്യേകത കൊണ്ടാ, മറ്റു വെറുതെ അല്ല. എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് ഒരേ ദിശയിലേക്ക് സഞ്ചരിക്കുന്നത്, ഒരേ ലക്ഷ്യത്തിന് വേണ്ടി സഞ്ചരിക്കുന്നത് ഇൻകം പ്ലാനാ. കൂടെ വന്നവന് 1.5 വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2.10. ഇത്രയും സൂപ്പർ ആയിട്ടുള്ള പ്ലാൻ നമുക്ക് കിട്ടുമോ? ഇത്രയും സൂപ്പർ ആയിട്ട് കൂടെ വന്നവനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്ലാനാണ്. ഒരിക്കൽ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. വായിച്ച എന്താന്ന് പറഞ്ഞു നോക്കിയാല്, നമ്മൾ ഈ ജീവിതത്തില് പിറന്നു വീണ്, ഈ ലോകത്ത് പിറന്നു വീണ്, ഈ ഭൂമിയിൽ പിറന്നു വീണ് മരിക്കുന്നതിന് മുമ്പേ നിങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്തു കൊടുത്തു എന്നുള്ള ചോദ്യമാണ് പോലും ഏറ്റവും വലുത്. അങ്ങനെ നിങ്ങൾ ഒന്നും ചെയ്തു കൊടുത്തില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല ബിസിനസ്സും ഏറ്റവും നല്ല പ്ലാനും ബൈനറി, അത് ഹൈബ്രിഡ് ബൈനറി പ്ലാനുമാണ്. അത് ഏറ്റെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അറിയാതെ നിങ്ങൾ മറ്റുള്ളവരുടെ സംരക്ഷിച്ചിരിക്കും. അതാണ് ഇൻകം പ്ലാൻ. ഇനി അടുത്ത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീമാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള എന്ന് പറയുന്നത് എന്താണ്? AIG എന്ന് പറയുന്നതാണ്. എയ്സ് ഇന്റർനാഷണൽ ഗ്രൂപ്പാണ്. എന്താണ് എയ്സ് ഇന്റർനാഷണൽ ഗ്രൂപ്പ്? എഡ്യൂക്കേറ്റ് എവരിവൺ. വന്ന് ഇതിൽ നിൽക്കാനും ഇതിൽ വിജയിക്കാനും പ്രവർത്തിക്കാനും തീരുമാനിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിയെയും ഈ ബിസിനസ് പഠിപ്പിക്കാനും പഠിപ്പിച്ച് അവരെ കൊണ്ടത് ചെയ്യിക്കാനും ചെയ്യിച്ച് അവരുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ബിസിനസ്സിലെ പ്രശ്നങ്ങൾ മുഴുവൻ നിങ്ങൾ എനിക്ക് തരും. ആ സാറേ, ഹലോ എന്താ സാറേ, റേഞ്ച് ഒന്ന് പോയോ സംശയം? ആരെങ്കിലും ഒന്ന് പറയോ, എന്തൊക്കെ കുഴപ്പമുണ്ടോ? ഇപ്പൊ ക്ലിയർ ആണ്. നേരത്തെ ലേശം ഒന്ന് ക്ലിയർ കുറവ് ഉണ്ടായതുപോലെ അനുഭവപ്പെട്ടു. കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കിട്ടിയോ? ഇപ്പൊ റെഡിയാണ്. ഒരു മിനിറ്റ് ഞാൻ അവസാനിപ്പിക്കാം. അപ്പൊ അടുത്ത എന്താണ്? AIG എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ്. കാണാൻ പറ്റുന്നില്ലേ? റൈറ്റ്. AIG എന്ന് പറയുന്നത് എയ്സ് ഇന്റർനാഷണൽ ഗ്രൂപ്പ്, എഡ്യൂക്കേറ്റ് എവരിവൺ എന്നാണ് അതിന്റെ അടിസ്ഥാന തത്വം. അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ബെൽഡി സാർ എന്ന് പറയുന്ന വ്യക്തി. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് വരുന്നത് ബിജു സാറ്. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് വരുന്നു എന്താണ്? ശൈലേഷ് സാറ്. ഇവരൊക്കെ തന്നെ. ഇനി അയ്യൂബ് സാറുണ്ട്, അതുപോലെ തന്നെ എന്താണ് ധാരാണി സാറുണ്ട്, ഉമർ സാറുണ്ട്, നൗഫൽ സാറുണ്ട്, എല്ലാ ആളുകളുണ്ട്. എല്ലാ ആളുകളും വളരെ കൃത്യമായിട്ട് അത് അംഗീകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെയാ പറയുന്നത് ഒരേ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ സഞ്ചരിക്കുന്നു എന്നുള്ളത്. അപ്പൊ അത്രയും മഹത്തായ ഒരു ഗ്രൂപ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അത്രയും മഹത്തായ ഗ്രൂപ്പിലാണ്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ വിജയം എന്ന് പറയുന്നത് വളരെ എന്താണ്, വളരെ സുനിശ്ചിതമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇതിൻ്റെ അകത്ത് എത്ര ആൾക്കാർ എത്ര 10,000 ഈ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ 10,000ന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിജയത്തിന് വേണ്ടിയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ വിജയം അവരെ എന്താണ് തേടി എത്തിയിരിക്കുക തന്നെ ചെയ്യും. അത് ലോകത്തുള്ള ഒരു തിയറിയാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ കാണുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ട്രെയിനിന്റെ ഒരു എഞ്ചിൻ ഉണ്ട്. ആ ട്രെയിനിന്റെ എഞ്ചിനിൽ നിങ്ങൾ 10 ബോഗി ഘടിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ 10 ബോഗിയും വലിച്ച് ട്രെയിൻ പോകും. നിങ്ങൾ 20 എണ്ണം ഘടിപ്പിച്ചു കഴിഞ്ഞാൽ 20 എണ്ണം, 40 എണ്ണം ഘടിപ്പിച്ചാൽ 40, 50 എണ്ണം ഘടിപ്പിച്ചാൽ 50, ആ 50നെയും വലിച്ചത് കൊണ്ടുപോകും. കാരണം എന്ത് പറയുന്നത്, ആ എഞ്ചിൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിന്റെ മുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളും ഈ ബിസിനസ്സിൽ സക്സസ് ആയിരിക്കും.
ഈ സിസ്റ്റത്തിൽ നിന്ന് വഴുതിപ്പോയ ഒരു മനുഷ്യനും സക്സസ് ആവാൻ സാധ്യതയില്ല ഈ ബിസിനസ്. അപ്പൊ ഇതിന്റെ സിസ്റ്റം അനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ABCD എന്ന് പറയുന്നത് ഈ ബിസിനസിന്റെ അച്ചുതണ്ടാണ്, ഈ സിസ്റ്റത്തിന്റെ അച്ചുതണ്ടാണ്. അങ്ങനെ അതിനനുസരിച്ച് പ്രവർത്തിക്കാനും പ്രവർത്തിച്ച് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. Okay, thank you. Recording stopped.